ഹലോ എവ്രിവൺ, എല്ലാവർക്കും നീംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ലാബ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. സോ അതിനകത്ത് MLT പോർഷൻസിലെ മൊഡ്യൂൾ ഫസ്റ്റിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ MLT പോർഷനിൽ ആദ്യമായിട്ട് പറയുന്നത് തന്നെ നമ്മുടെ ലാബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് അറിയാം. സോ അതിനകത്ത് നമ്മൾ എന്തെല്ലാം ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ലാബിലോട്ട് കയറുന്ന സമയത്ത് കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതുമായിട്ട് കുറച്ചുണ്ട്. അപ്പോൾ ആ ഒരു സെഷൻസ് ആണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. എന്താണ് ലാബ് സേഫ്റ്റി എന്നുള്ളതാണ് പറയുന്നത്. ലബോറട്ടറി സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്കിംഗ് പ്രാക്ടീസ് ലാബിനകത്ത് ചെയ്യാനായിട്ടാണ് മെയിൻ ആയിട്ടും ഈ ലബോറട്ടറി സേഫ്റ്റി മെഷേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഒരുപാട് ഇഞ്ചുറീസ് സംഭവിക്കുന്ന ഒരു കേസാണ് ലാബ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ആയിട്ടും അതുപോലെ ബാക്കിയുള്ള ആൾക്കാർക്കും ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറി അതെല്ലാം അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനാണ് നമുക്ക് ലാബ് സേഫ്റ്റി അവയർനെസ് ആവശ്യം. ഓക്കെ, സോ സേഫ്റ്റി പ്രോഗ്രാം, അതായത് സേഫ്റ്റി എൻഷുർ ചെയ്ത് ഓരോ എക്സ്പെരിമെന്റ്സും ചെയ്യുക എന്നുള്ളത് ലാബിൽ കയറുന്ന ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി കൂടെ ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്താണ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ലാസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കൂ. ഒക്യുപേഷണൽ ഇഞ്ചുറി ആൻഡ് ഇൽനെസ് ആർ കോസ്ഡ് മോസ്റ്റ്ലി ബൈ ബാഡ് പ്രാക്ടീസ്, ഇൻഎക്സ്പീരിയൻസ്, ഇഗ്നോറൻസ് ആൻഡ് ഫെയിലിയർ ടു ഫോളോ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഇൽനെസ് എല്ലാം കൂടുതലും ഉണ്ടാവാനുള്ള ചാൻസ്? ഒന്ന് ബാഡ് പ്രാക്ടീസ്, പിന്നെ ഇൻഎക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് ഇല്ലായ്മ, അതുപോലെ ഇഗ്നോറൻസ്, അതായത് കാര്യമില്ല കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആ ഒരു ലാഘവത്തോടെ ചെയ്യുന്നത്, അതുപോലെ ഫെയിലിയർ ടു ഫോളോ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ ഇതെല്ലാം കാരണമാണ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഇൽനെസ് കോസ് ചെയ്യാൻ ഉള്ള റീസൺസ്. ഓക്കെ, സേഫ് ലബോറട്ടറി പ്രാക്ടീസ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പൊ സേഫ്ലി നമുക്കൊരു ലബോറട്ടറിയിൽ എക്സ്പെരിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് അവയർനെസ് ഓൺ സയൻസ് ആൻഡ് സിമ്പിൾസ് യൂസ് ഇൻ എ ലബോറട്ടറി. ഒരു ലബോറട്ടറിക്കകത്ത് ഉള്ള സൈനുകളുണ്ട്. അതായത് നിങ്ങൾ ഒരു ലാബിൽ കയറുമ്പോൾ അവിടെ ചാർട്ട് തൂക്കിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും, അല്ലെ? പീരിയോഡിക് ടേബിളിന്റെ ചാർട്ട് ഉണ്ടാവും, അതുപോലെ ലാബ് അവയർനെസ് പറഞ്ഞിട്ട് ചാർട്ട് ഉണ്ടാവും, അതുപോലെ ഇതുപോലെ കുറച്ച് സൈൻസ് ആൻഡ് സിമ്പിൾസ് എല്ലാം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ആലോചിച്ചാൽ കിട്ടും. നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഇപ്പൊ ആലോചിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പൊ അതാണ് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പോസിബിലിറ്റീസ് ഫോർ കോമൺ ലബോറട്ടറി ഹസാർഡ്സ്. അതായത് ആ ഒരു ലാബിനകത്ത് എന്തൊക്കെ ഹസാർഡ്സ് ഉണ്ടാവാം എന്നുള്ളതിന്റെ ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, തേർഡ് വൺ ആണ് പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, അവിടെയുള്ള വേസ്റ്റിന്റെ പ്രോപ്പർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നാലാമത്തത് ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസസ്. ഓക്കെ, ഇതാണ് 4 ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സേഫ്റ്റി ഫോർ എൻഷുറിംഗ് ഫ്രം ദ ഹസാർഡ്സ്. ഓക്കെ, സോ അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൈൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി ആണ്. ഓക്കെ, ടു മിനിമൈസ് ആക്സിഡൻസ് ഇൻ ലബോറട്ടറി ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് മാൻഡേറ്ററി ടു യൂസ് സൈൻസ്, സിമ്പിൾസ് ഇൻ ദ ലബോറട്ടറി, അല്ലെ? അതായത് ആക്സിഡൻസ് മാക്സിമം നമ്മൾ കുറയ്ക്കാനായിട്ട് ലബോറട്ടറിയിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട്, ഓക്കെ, അതായത് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സൈൻസ് ആൻഡ് സിമ്പിൾസ് അവിടെ വെക്കാറുണ്ട്. ഓക്കെ, ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ പോസിബിൾ ഹസാർഡ്സ്, അതായത് ഇങ്ങനെ ഒരു ഹസാർഡ് അവിടെ എക്സ്പെക്ട് ചെയ്യണം. നമ്മളെല്ലാം എന്ത് ചെയ്യണം? എക്സ്പെക്ട് ചെയ്തിരിക്കണം, അല്ലെ? സംഭവിക്കരുത്, പക്ഷെ എക്സ്പെക്ട് ചെയ്തിരിക്കണം. അതിന് ഇൻഡിക്കേറ്റ്, ആ ഹസാർഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇവരെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എ തറോ നോളേജ് ഓൺ സയൻസ് ആൻഡ് സിമ്പിൾസ് ഹെൽപ്സ് ദ ലബോറട്ടറി പേഴ്സൺ ടു ഡെലിവർ ഹിസ് ഡ്യൂട്ടി പ്രോപ്പർലി. എന്താ പറയുന്നത്? ഈ സയൻസിന്റെയും സിമ്പിൾസിന്റെയും തറോ നോളേജ്,
നല്ല രീതിയിൽ നമ്മൾ ആ സൈൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ സിമ്പൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. സോ ദാറ്റ് നമ്മുടെ ഡ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, the symbols include hazards warning symbols, safety symbols and prohibitory symbols. ശ്രദ്ധിക്കുക, അപ്പൊ 3 ടൈപ്പ് സിമ്പിൾസ് ആണ് അവിടെ ഉള്ളത്. ഏതൊക്കെയാ? ഒന്ന് ഹസാർഡ്. ഓക്കെ, ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ് അതാണ് ഒന്നാമത്തത്. രണ്ടാമത് സേഫ്റ്റി സിമ്പിൾസ് അല്ലെങ്കിൽ മാൻഡേറ്ററി സിമ്പിൾ എന്ന് പറയാം, രണ്ടും പറയാം. തേർഡ് വൺ ആണ് പ്രൊഹിബിറ്ററി സിമ്പിൾസ്. ഈ ഒരു ലൈൻ, ഇനി പറയുന്ന ലൈനുകളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. 3 പറഞ്ഞത്, ഒന്ന് ഹസാർഡ് സിമ്പിൾ, ഒന്ന് സേഫ്റ്റി സിമ്പിൾ, നെക്സ്റ്റ് വൺ ആണ് പ്രൊഹിബിറ്ററി സിമ്പിൾ. ഓക്കെ, ഇനി നോക്കൂ, ഹസാർഡ് വാർണിംഗ് സിമ്പിൾ എന്ന് പറയുന്നത് ബ്ലാക്ക് പിക്ചർ ആയിരിക്കും ഉണ്ടാവുക. ബ്ലാക്ക് പിക്ചർ, ബാക്ക്ഗ്രൗണ്ട് ഏതാണ്? യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച്. പിടികിട്ടിയോ? ഹസാർഡ് സിമ്പിൾസിന്റെ ഒന്നാമത്തെ ആളുടെ പറയുന്നത് അതെങ്ങനെയാ വരുന്നത്? ബ്ലാക്ക് പിക്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്, പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സിമ്പിൾ കണ്ടാൽ നിങ്ങൾ അത് തിരിച്ചറിയണം, അതൊരു ഹസാർഡ് വാർണിംഗ് സിമ്പിൾ ആണെന്ന് തിരിച്ചറിയണം. രണ്ടാമത് പറഞ്ഞത് ഏതാ? സേഫ്റ്റി സിമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. സേഫ്റ്റി സിമ്പിളിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വൈറ്റ് പിക്ചേഴ്സ് ആയിരിക്കും. അവർ ഏതായിരിക്കും? വൈറ്റ് പിക്ചേഴ്സ് വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആരാണ്? ബ്ലൂ ആണ്. പിക്ചറിന്റെ കളർ വൈറ്റ് ആയിരിക്കും. ഇത് ഏതിന്റെ കേസാ? സേഫ്റ്റി സിമ്പിളിന്റെ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രൊഹിബിറ്ററി സിമ്പിൾ. ഓക്കെ, പ്രൊഹിബിറ്ററി അത് റൗണ്ട് ആയിരിക്കും അതിന്റെ ഷേപ്പ് ആൻഡ് ബ്ലാക്ക് പിക്ചേഴ്സ് ആണ് ഉണ്ടാവുക കേട്ടോ. ബ്ലാക്ക് പിക്ചേഴ്സ് ആണ്, ബാക്ക്ഗ്രൗണ്ട് വന്ന് വൈറ്റ് ആയിരിക്കും. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമുക്ക് അല്ലെ. പ്രൊഹിബിഷൻ, സ്റ്റോപ്പ് എന്നുള്ള ആ ഒരു അർത്ഥമാണ് നമുക്ക് വരുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഒരു റെഡ് എഡ്ജ് ആൻഡ് ഡയഗണൽ ലൈൻ വരും. റെഡ് എഡ്ജ് മീൻസ് റൗണ്ട് ആണ് വരുന്നത്. അതിന്റെ എഡ്ജ് എന്ന് പറയുന്ന റെഡ് കളർ ആയിരിക്കും. ഓക്കെ, എഡ്ജ് റെഡ് കളർ ആയിരിക്കും, അത് ഡയഗണൽ ലൈനും ഉണ്ടാവും. ഇത് നമ്മൾ ട്രാഫിക് സിഗ്നൽസിലൊക്കെ കാണുന്ന ആ ഒരു സംഭവം കേട്ടോ. അതിനകത്ത് ഇങ്ങനെ കാണില്ലേ, ഇങ്ങനെ ഡയഗണൽ ലൈൻ. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ നെക്സ്റ്റ് പ്രൊഹിബിറ്ററി സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഹിബിറ്ററി സിമ്പിൾ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. സേഫ്റ്റി സിമ്പിളും അതുപോലെ ഹസാർഡ് വാർണിംഗ് സിമ്പിൾസിന്റെയും കൂടെ കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ആദ്യത്തെ ഏതാ വരുന്നത്? ഹസാർഡ് വാർണിംഗ് സിമ്പിൾ ആണ്. ആദ്യത്തെ 2 ലൈനും കൊടുത്തിട്ടുള്ളത് അല്ലെ. ഒന്നാമത് നോക്കൂ, ബ്ലാക്ക് കളറിൽ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് ആണ് വരുന്നത്. അത് ഏതൊക്കെയാന്ന് നോക്കൂ. ഒന്ന് ഫ്ലെയിമബിൾ ആണ്, രണ്ടാമത് ഹാംഫുൾ അല്ലെങ്കിൽ ഇറിറ്റന്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്, മൂന്നാമത് കൊറോസീവ് ആണ്, നാലാമത് പോയിസൺ അല്ലെങ്കിൽ ടോക്സിക് ആണ്, നെക്സ്റ്റ് എക്സ്പ്ലോഷൻ ആണ്, ലാസ്റ്റ് വൺ ആണ് ബയോ ഹസാർഡ്. ഓക്കെ, ബയോ ഹസാർഡ്. അതുപോലെ നെക്സ്റ്റ് വൺ ഇലക്ട്രിക്കൽ ഹസാർഡ് ആണ്. നെക്സ്റ്റ് വൺ റേഡിയേഷൻ ഹസാർഡ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റിലെ 2 ലൈനും നമ്മുടെ ഏതാണ്? ഹസാർഡ് വാർണിംഗ് സിമ്പിൾസിൽ വരുന്നതാണ്. ഇനി തേർഡ് ലൈനിൽ ആദ്യത്തെ രണ്ടുപേര് നോക്കൂ, വിയർ ഗ്ലൗസ്, രണ്ടാമത് വിയർ മാസ്ക്. ഇവരെന്താ പറയുന്നത്? സേഫ്റ്റി സിമ്പിളാ അല്ലെ. അതായത് വൈറ്റ് പിക്ചറിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ്. സേഫ്റ്റി പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളുകളാണ് കേട്ടോ. വിയർ ഗ്ലൗസും വിയർ മാസ്ക്, അത് ആലോചിച്ചാൽ തന്നെ കിട്ടാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് 2 നോക്കൂ, ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഈറ്റ്. അടുത്തത് നോ സ്മോക്കിംഗ്. ഇത് കണ്ടു, ഈ ഒരു സിമ്പിൾ നിങ്ങൾക്ക് അറിയാം. അതായത് റെഡ് എഡ്ജില് റൗണ്ട് ആയിട്ട് റെഡ് എഡ്ജ് വിത്ത് ഡയഗണൽ. അപ്പൊ അതെന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നതാണ്? പ്രൊഹിബിഷൻ എന്ന് പറയുന്ന സിമ്പിൾ ആണ് കേട്ടോ. ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഈറ്റ്, നോ സ്മോക്കിംഗ്. സോ ഇതാണ് നമ്മുടെ സൈൻസ് ആൻഡ് സിമ്പിൾസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, 3 ടൈപ്സ് ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് അവരുടെ പിക്ചറിന്റെ കളർ എന്താണ്, വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ആ പോർഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് പോർഷൻ ആണ് ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് ഇൻ എ ലബോറട്ടറി. ഒരു ലബോറട്ടറിക്കകത്ത് കെമിക്കൽസിന്റെ ഹാൻഡ്ലിംഗ് എങ്ങനെയാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് ആൻഡ് റിയേജൻസ് ഈസ് നെസസറി ടു പ്രിവെന്റ് ഹസാർഡ്സ്. കറക്റ്റ് അല്ലേ? കെമിക്കൽസ് ആയതുകൊണ്ട് തന്നെ ഒരു കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ, ഇപ്പൊ കെമിസ്ട്രി ലബോറട്ടറി അല്ലെങ്കിൽ ബയോമെഡിക്കൽ ലബോറട്ടറി അങ്ങനെയുള്ള കേസ് ഏത് ലബോറട്ടറി എടുക്കുകയാണെങ്കിലും നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ ആയിരിക്കണം ടോട്ടലി. അവിടെയുള്ള കെമിക്കൽസ് നമുക്ക് തോന്നിയ പോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടാനായിട്ട് പറ്റില്ല. കെമിക്കൽസ് ആർ സ്റ്റോർഡ് അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ. എല്ലാ കെമിക്കൽസും ഒരുപോലെയല്ല, അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഓഫ് കോഴ്സ് ഡിഫറെന്റ് ആണ്.
അതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ കെമിക്കൽസ് നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എത്ര ടൈപ്പ് കെമിക്കൽസ് ആണ് ഉള്ളതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതാണ് ഫ്ലെയിമബിൾ കെമിക്കൽസ് എന്ന് പറയും. ഓക്കെ, ഫ്ലെയിമബിൾ കെമിക്കൽസ്. അപ്പൊ അതിന് എക്സാമ്പിൾ അസറ്റോൺ, സൈലിൻ, ആൽക്കഹോൾ. പെട്ടെന്ന് കത്തുന്നത് കേട്ടോ, കത്താനുള്ള ടെൻഡൻസി ഉള്ളത്. നെക്സ്റ്റ് ആണ് കൊറോസീവ് കെമിക്കൽസ് എന്ന് പറയുന്നത്. ഇതിലാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആസിഡ്സ്, ആൽക്കലീസ്, ഫീനോള്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓക്സിഡൈസിങ് കെമിക്കൽസ്. ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വരും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ കെമിസ്ട്രിക്കകത്ത് റിയാക്ഷൻസ് എല്ലാം പഠിക്കുന്ന സമയത്ത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് K2Cr2O7, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ക്രോമിക് ആസിഡ് CrO3 എന്ന് പറയുന്നത്. പിന്നെ ക്ലോറൈറ്റുകൾ കേട്ടോ, അതെല്ലാം ഓക്സിഡൈസിങ് കെമിക്കൽസിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ആണ് എക്സ്പ്ലോസീവ് കെമിക്കൽസ് എന്ന് പറയുന്നത്. എക്സ്പ്ലോസീവ് മീൻസ് അറിയാലോ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉള്ള. ഇനി പിക്രിക് ആസിഡ്. എന്താ പിക്രിക് ആസിഡ് എന്ന് അറിയാലോ? ബെൻസീനകത്ത് 3 പൊസിഷനിൽ NO2 വരുന്നത്, 3 പൊസിഷനിൽ NO2 വരുന്നതാണ് പിക്രിക് ആസിഡ് കേട്ടോ. ഇവിടെ എല്ലാം NO2 വരും. NO2 ഇവിടെ OH. ഫീനോളിനകത്ത് 2,4,6 ട്രൈ നൈട്രോ ഫീനോൾ കേട്ടോ. ഓക്കെ, ഇതാണ് എക്സ്പ്ലോസീവ് കെമിക്കൽസ്. കഴിഞ്ഞില്ല, അഞ്ചാമതാണ് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് എന്ന് പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് അറിയാമല്ലോ. ഓക്കെ, സോ അതിനകത്ത് എക്സാമ്പിൾ വരുന്നതാണ് അയഡിൻ 125, അയഡിൻ 131, അതുപോലെ ട്രിഷ്യം എന്ന് പറയുന്നത് അല്ലെ. ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പ് അറിയാമല്ലോ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിലെ ട്രിഷ്യമാണ് ഈ പറയുന്ന റേഡിയോ ആക്ടിവിറ്റി ഷോ ചെയ്യുന്നത്. നെക്സ്റ്റ് കാർസിനോജനിക് കെമിക്കൽസ്. കാർസിനോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ കോസിംഗ് എന്നുള്ള അർത്ഥമാണ്. സോ ബെൻസിഡൈൻ, ഓർത്തോ, ടോലുയിഡൈൻ, സെലിനൈറ്റ്, ഇതെല്ലാമാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് ടോക്സിക് കെമിക്കൽസ് എന്ന് പറയുന്നത് പൊട്ടാസ്യം സയനൈഡ് ആണ്. സയനൈഡിനെ കുറിച്ച് നമുക്ക് തന്നെ അറിയാലോ. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത്. സോ ഈ കെമിക്കൽസിന് നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് നമുക്കറിയാം. സോ അതിനനുസരിച്ചുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെ ഒരുക്കാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്. ഓക്കെ, ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് നോക്കൂ. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് ലേബിൾഡ് കെമിക്കൽസ് വിത്ത്, എങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ലേബിൾഡ് കെമിക്കൽ വിത്ത് ഹസാർഡ് സിമ്പിൾ, സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ്, സ്ട്രെങ്ത് ആൻഡ് എക്സ്പയറി ഡേറ്റ്. ഇത് പ്രത്യേകം ചെയ്യേണ്ടത് ആരാണ്? മാനുഫാക്ചറിങ് കമ്പനീസ് ആണ്. ഓക്കെ, അതായത് നമുക്കൊരു കെമിക്കൽ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ എന്തൊക്കെയുണ്ട്? ഹസാർഡ് സിമ്പിൾ തീർച്ചയായിട്ടും ഉണ്ടാവും, ഹസാർഡ് സിമ്പിൾ ഉണ്ടാവും. അതുപോലെ തന്നെ യൂസ്, ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ് ഉണ്ടാവും. അതിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷനും കാര്യങ്ങളും അതും വരാം. പിന്നെ എത്ര വോളിയം ഉണ്ട് അങ്ങനെയും വരാം. അതുപോലെ എക്സ്പയറി ഡേറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഫ്ലെയിമബിൾ കെമിക്കൽസ് ആർ സ്റ്റോർഡ് ഇൻ ഫയർ പ്രൂഫ് മെറ്റൽ കണ്ടെയ്നേഴ്സ് at ground level in cool, dry place and always handle them away from the direct flame. Flammable means അതായത് ഇഗ്നീഷൻ ചാൻസ് ഉള്ളത്, കത്തിപ്പെടാനുള്ള ചാൻസ് ഉള്ള കെമിക്കൽസ് എപ്പോഴും ഫയർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റൽ കണ്ടെയ്നേഴ്സിൽ വേണം നമ്മളത് ഉപയോഗിക്കാൻ. അത് ഗ്രൗണ്ട് ലെവലിൽ, അതായത് കൂടുതൽ ഗ്രൗണ്ട് ലെവലിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഈ കബോർഡിലൊക്കെ നമ്മൾ ഏറ്റവും മേലുള്ള പൊസിഷനിലൊന്നും വെക്കാതിരിക്കുക. അതുപോലെ കൂൾ ഡ്രൈ പ്ലേസിലായിരിക്കണം കെപ്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഫ്ലെയിം ചെയ്യുന്ന പോർഷനിലൊന്നും വെക്കാതെ ഇരിക്കുക. തേർഡ് വൺ ആണ് കൊറോസീവ് കെമിക്കൽസ് ആർ സ്റ്റോർഡ് ഇൻ ആംബർ കളർ ബോട്ടിൽ അറ്റ് ഗ്രൗണ്ട് ലെവൽ. ആംബർ കളർഡ് ബോട്ടിൽ വന്ന് നമുക്കൊരു കളർഡ് ബോട്ടിൽ കിട്ടും, ഒരു ബ്ലാക്ക് അല്ല ഒരു ബ്രൗൺ കളർഡ് ആയിട്ടുള്ള ബോട്ടിൽസ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് കൊറോസീവ് കെമിക്കൽസ് കൂടുതലും, അതായത് നിങ്ങൾ ആലോചിച്ചാൽ കിട്ടാന്നുള്ളൂ. ഒരു ലാബിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ബ്ലാക്കും അല്ല ബ്രൗണും അല്ലാത്ത ഒരു കളറിൽ നമുക്ക് അറിയാം. ഇപ്പൊ ആസിഡ്സ് ഒന്ന് നോക്കി വെക്കൂ, സൾഫ്യൂരിക് ആസിഡ്, അതെല്ലാം വാങ്ങുന്ന സമയത്ത് കെപ്റ്റ് ചെയ്യുന്ന ഒരു ബോട്ടിൽ ഉണ്ട്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്ന ആംബർ ബോട്ടിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ കൊറോസീവ് കെമിക്കൽസ് എല്ലാം അതിനകത്തേക്ക് വെക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൺസെൻട്രേറ്റഡ് ആസിഡ് മൊത്തം കൊറോസീവ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫോർത്ത് വൺ ആണ് എക്സ്പ്ലോസീവ് കെമിക്കൽസ് അല്ലെ. പിക്രിക് ആസിഡ് നമ്മൾ പറഞ്ഞല്ലോ. അവരെന്ത് ചെയ്യരുത്? ആർ നെവർ ലെഫ്റ്റ് ഇൻ ഡ്രൈ സ്റ്റേറ്റ്. അവരൊരിക്കലും എന്ത് ചെയ്യരുത് എന്ന് പറയുന്നത്, ഡ്രൈ ആയിട്ട് ഒരിക്കലും വയ്ക്കരുത് എന്ന്. പെട്ടെന്ന് അത് എക്സ്പ്ലോസീവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഡ്രൈ ആയിട്ട് കൂടുതലും അത് വെക്കരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ആർ ഹാൻഡിൽഡ് ബൈ പ്രോപ്പർലി ട്രെയിൻഡ് പേഴ്സൺ ഓൺലി. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കെയർ കൊടുക്കേണ്ട ഒരു കെമിക്കൽ തന്നെയാണെന്ന് അറിയാമല്ലോ.
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പൊ റേഡിയോ ആക്റ്റീവ് എലമെന്റ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് പൊളോണിയം എന്ന് പറയുന്നത്. പിന്നെ മേരി ക്യൂറിയൊക്കെ എങ്ങനെ മരിച്ചെന്നുള്ളത് അറിയാമല്ലോ, കണ്ടുപിടിച്ച ആളാണ്. സോ ഇവര് ഈ പ്രോലോങ്ഡ് റേഡിയേഷൻ കൊണ്ടുകൊണ്ടാണ് ക്യാൻസർ വന്ന് മരിക്കുന്നത്. സോ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കാർസിനോജനിക് കെമിക്കൽസ് ആർ സ്റ്റോർഡ് ഇൻ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ് ആണ്. ഓക്കെ, അതായത് ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. ഓക്കെ, അപ്പൊ അവരെപ്പോഴും എന്ത് ചെയ്യണം, അടച്ച, അതായത് ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിൽ വേണം എപ്പോഴും സ്റ്റോർ ചെയ്യാനായിട്ട് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ കെമിക്കൽസ് കാർസിനോജനിക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം ചെറിയ എമൗണ്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഷുഡ് ബി കെപ്റ്റ് മിനിമം. ഓക്കെ, ഹൈലി ടോക്സിക് കെമിക്കൽസ് ലൈക്ക് പൊട്ടാസ്യം സയനൈഡ്. ടോക്സിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ പറഞ്ഞ പൊട്ടാസ്യം സയനൈഡ് എന്ന് പറയുന്നത്. ഇവരെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കൂടുതലും ലോക്ക് ചെയ്ത് വെക്കുക കബോർഡിൽ. ഓക്കെ, അതുപോലെ തന്നെ കറക്റ്റ് ഡോക്യുമെന്റേഷനും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട്, എത്ര ബോട്ടിൽസ്, എത്ര വോളിയം, അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് രജിസ്റ്റർ, അതായത് നമ്മുടെ കെമിക്കൽസ് എല്ലാം എത്ര എണ്ണം ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന ഒരു രജിസ്റ്റർ ആണ് ഈ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് കറക്റ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തിയിരിക്കണം. കാരണം ഈ പറയുന്ന പൊട്ടാസ്യം സയനൈഡിൽ കുറച്ച് എമൗണ്ട് പുറത്തു പോയാൽ കൂടെ അത് മിസ്യൂസ് ചെയ്യപ്പെടാം. നമുക്കറിയാം, ജോളിയുടെ കേസ് ഒക്കെ അറിയാലോ, കൂടത്തായി കേസ് അറിയാലോ, സയനൈഡിന്റെ കേസാണ്. അപ്പൊ അതാ പറഞ്ഞത്, കുറച്ച് എമൗണ്ട് പോയി കഴിഞ്ഞാൽ കൂടെ അത് മിസ്യൂസ് ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് രജിസ്റ്ററിൽ ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ഡു നോട്ട് ഓപ്പൺ ഫ്ലെയിമബിൾ കെമിക്കൽസ് നിയർ ഫ്ലെയിം. അതായത് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന കെമിക്കൽസ് ഒരിക്കലും ഫ്ലെയിമിന്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ഓപ്പൺ ചെയ്യരുത്. ഡു നോട്ട് ആഡ് വാട്ടർ ടു ആസിഡ്. ഇതാണ് നമ്മുടെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഒരു ലാബിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഇത്. ഓക്കെ, ഒരിക്കലും ആസിഡിലോട്ട് വെള്ളം ഒഴിക്കരുത്. ഓക്കെ, നമ്മൾ തിരിച്ച് മാത്രമേ ചെയ്യാവൂ. അതായത് വെള്ളത്തിലേക്ക് ആസിഡ് മാത്രമാണ് ഒഴിക്കുക, അതും സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഒഴിക്കുക. ഒരിക്കലും ആസിഡിലോട്ട് വെള്ളം ഒഴിക്കരുത്. ഓക്കെ, നെക്സ്റ്റ്, അവോയ്ഡ് മൗത്ത് പിപ്പറ്റിംഗ്. ഓക്കെ, നമ്മളിപ്പോ ടൈട്രേഷൻ എല്ലാം ചെയ്യുന്നതും, ടൈട്രേഷൻ മാത്രമല്ല അങ്ങനെയുള്ള എക്സ്പീരിയൻസിലെല്ലാം നമ്മൾ കൂടുതലും പിപ്പറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പഴയ രീതിയാണ് ഈ പറയുന്ന മൗത്ത് പിപ്പറ്റിംഗ് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ അങ്ങനെയാണ് വായി വെച്ച് അല്ലെ പിപ്പറ്റ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ കുറെ അധികം ആസിഡ് എല്ലാം നമ്മൾ വലിച്ച് കയറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ പൊതുവെ ഡബിൾ ബ്യൂററ്റ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ വേറെ പിപ്പറ്റും ഗ്രാജുവേറ്റഡ് പിപ്പറ്റും അവൈലബിൾ ആണ്. സോ നമുക്ക് മൗത്ത് പിപ്പറ്റിംഗ് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു പോർഷനും കഴിഞ്ഞിട്ടുണ്ട്. ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് ആണ്. അത്യാവശ്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ലബോറട്ടറി ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ലബോറട്ടറി ഹസാർഡ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആവാം, കെമിക്കൽ ആവാം, അതുപോലെ ബയോളജിക്കൽ ആവാം, ഇലക്ട്രിക്കൽ ആവാം, ഫയർ ആവാം, ആൻഡ് റേഡിയേഷൻ ഹസാർഡ്സ്. അപ്പൊ ഇത്രയും രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലബോറട്ടറി ഹസാർഡ്സ് അവിടെ ഉണ്ട്. ഓക്കെ, ഫിസിക്കൽ ഹസാർഡ്സ് ഇൻക്ലൂഡ് കട്ടിംഗ് വിത്ത് ബ്രോക്കൺ ഗ്ലാസ് വെയർ, ഷാർപ്പ് ഇലക്ട്രിക്കൽ ഷോക്ക്, ഫാളിംഗ് ഓൺ ദ വെറ്റ് ഫ്ലോ, ബേൺസ് ആൻഡ് സ്കാൾഡ്. കിട്ടിയോ? അതായത് ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പുറമേ ഉള്ള ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതായത് ബ്രോക്കൺ ഗ്ലാസ് വെയർ, നമ്മൾ ഗ്ലാസ് പൊട്ടിയ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടുള്ള മുറിവുകൾ, അതുപോലെ ഷാർപ്പ് എഡ്ജസ് വെച്ചിട്ടുള്ള മുറിവുകൾ, ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കാം, വെറ്റ് ഫ്ലോറിലും വീഴാം, ബേൺസ് ആൻഡ് സ്കാൾഡ്. ബേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിയാലോ പൊള്ളുന്നത്. സ്കാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺസ് പൊതുവെ സ്കാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ തീ വെച്ചിട്ടൊക്കെ ഉണ്ടാവുന്നതാണ് ബേൺ എന്ന് പറയുന്നത്. ഓക്കെ, കൈ പൊള്ളുന്ന രീതിയിൽ. ഈ സ്കാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ആയിട്ട്, അതായത് ഇപ്പൊ കെമിക്കൽസ് ഒക്കെ വഴി ഉണ്ടാവുന്ന പൊള്ളലുണ്ടല്ലോ, അതാണ് ഈ സ്കാൾഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബേൺസ് യൂഷ്വലി കോസ്ഡ് ബൈ ഫ്ലെയിമബിൾ കെമിക്കൽസ്, ഫോൾട്ടി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, ബേണേഴ്സ്, കൊറോസീവ് കെമിക്കൽസ് ആൻഡ് ഹോട്ട് ഡ്രൈ ഒബ്ജക്ട്സ്. ഓക്കെ, കണ്ടോ, ഹോട്ട് ഡ്രൈ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, ബർണർ ഉണ്ടല്ലോ അത്, പിന്നെ കെമിക്കൽസ്, അതെല്ലാം വെച്ച് ഉണ്ടാവുന്ന ഫ്ലെയിമബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഉണ്ടാവുന്നതാണ് ബേൺ എന്ന് പറയുന്നത്. അതേസമയം സ്കാൾസ് ആർ കോസ്ഡ് ബൈ ഹോട്ട് ലിക്വിഡ്സ്. കണ്ടോ, ഹോട്ട് ആയിട്ടുള്ള ലിക്വിഡ്സ് വഴി ഉണ്ടാവുന്നത്, അതാണ് ഉദ്ദേശിച്ച കെമിക്കൽസ്. ഹോട്ട് ചെയ്യുന്ന സമയത്ത്, ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് സ്കാൾസ് കേട്ടോ. ഇനി എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് ഈ പറയുന്ന ഫിസിക്കൽ ഹസാർഡ്സ് പ്രിവെന്റ് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്നാമതാണ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ഗ്ലാസ് വെയർ.
ഒന്നാമത്തെ കാര്യം അല്ലേ. നമ്മൾ ഒരുപാട് ടെസ്റ്റ് ട്യൂബുകളും മറ്റും പൊട്ടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. പ്രോപ്പർ സ്റ്റോറേജ് ചെയ്യുക, അതുപോലെ ഹാൻഡ്ലിങ്ങും വൃത്തിക്ക് ചെയ്യുക. രണ്ടാമത് അഡോപ്റ്റ് സ്റ്റാൻഡേർഡ് ഇലക്ട്രിഫിക്കേഷൻ മെത്തേഡ്സ് കേട്ടോ. അതായത് ഇലക്ട്രിഫിക്കേഷൻ മെത്തേഡ് അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. ഈ ഷോർട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ലബോറട്ടറി പോലെയുള്ള സ്ഥലങ്ങളിൽ. നെക്സ്റ്റ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് കെമിക്കൽസ്. കെമിക്കൽസിന്റെ സ്റ്റോറേജും അതുപോലെ ഹാൻഡ്ലിങ്ങും പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് പ്രിവെന്റ് സ്പില്ലേജ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്സ്. അതായത് ഹോട്ട് കണ്ടീഷനിലുള്ള ഫ്ലൂയിഡ്സിന്റെ പുറത്തു പോവുക. ഓക്കെ, അതായത് സ്പില്ല് ചെയ്യുക ഒരിക്കലും ചെയ്യരുത്. ഓക്കെ. നെക്സ്റ്റ് യൂസ് കോട്സ് ചിപ്സ് ടു പ്രിവെന്റ് വയലന്റ് ബോയിലിംഗ് ഓഫ് ലിക്വിഡ്സ്. ഈ പറയുന്ന ലിക്വിഡ്സ് വയലന്റ് ആയിട്ട് ബോയിൽ ചെയ്യുക, ഒരുപാട് തിളയ്ക്കുന്ന രീതിയിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് കോട്സ് ചിപ്സ് യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ യൂസ് തിക്ക് വാൾഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആൻഡ് റൗണ്ട് ബോട്ടം ഫ്ലാസ് ഫോർ ഹീറ്റിംഗ് പർപ്പസ്. ഹീറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന നേരത്തെ പൊട്ടുന്നത് കണ്ടിട്ടുണ്ടാവും. അതായത് അതുകൊണ്ട് തന്നെ തിക്ക് വാൾഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് അല്ലെ, നമ്മൾ കൂടുതൽ ഹീറ്റ് ചെയ്യാനൊക്കെ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ് ഉപയോഗിക്കുക, അതെല്ലാം ഉപയോഗിക്കുക. അതുപോലെ യൂസ് ഹസാർഡ് സിമ്പിൾസ്. അതായത് ഹസാർഡ് സിമ്പിൾസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഹസാർഡ്സിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് ആണ് കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. കെമിക്കൽ ഹസാർഡ് എങ്ങനെയാ കോസ് ചെയ്യുന്നത്? ഫിസിക്കൽ കോണ്ടാക്ട് വഴി, അതുപോലെ ഇൻജെക്ഷൻ ആൻഡ് ഇൻഹലേഷൻ ഓഫ് കെമിക്കൽസ് ലീഡ്സ് ടു ഫ്രം മൈനർ ബേൺസ് ടു ഈവൻ ലൈഫ് ത്രെട്ടനിങ്. ചെറിയ ബേൺ മുതൽ നമ്മുടെ ജീവന് തന്നെ അപകടമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരാൻ നോക്കൂ, പ്രിക്വേഷൻസ് എന്തൊക്കെയാ വരിക? അവയർനെസ് ഓൺ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ലബോറട്ടറി കെമിക്കൽസ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലബോറട്ടറിയിലുള്ള കെമിക്കൽസിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതായത് അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് ആദ്യം ആലോചിക്കുക, അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക. രണ്ടാമത് പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ടൈപ്സ് ഓഫ് കെമിക്കൽസ്, അപ്പൊ ആ രീതിക്കുള്ള പ്രോപ്പർ സ്റ്റോറേജ് വേണം നടത്താനായിട്ട്. നെക്സ്റ്റ് മൗത്ത് പിപ്പറ്റിംഗ് ഷുഡ് ബി അവോയ്ഡഡ്. നമ്മൾ രണ്ടാമതാണ് ഈ പോയിന്റ് പറയുന്നത് അല്ലെ. അതായത് ഇഞ്ചക്ഷനിൽ അത് വരുന്നതാ, ഇൻഹലേഷൻ ഓഫ് കെമിക്കൽസ് ഇതിലൊക്കെ വരുന്നതാ. അതായത് നമ്മൾ എത്ര കെമിക്കൽസ് ഈ മൗത്ത് പിപ്പറ്റിംഗ് വഴി കെമിക്കൽസ് നമുക്ക് അകത്ത് കയറാനുള്ള ചാൻസ് ഉണ്ട്. മിനിമം എമൗണ്ട് അല്ലെങ്കിൽ ഡൈല്യൂട്ടഡ് എമൗണ്ട് പോകുന്നത് പോലെയല്ല, കുറച്ച് അധികം കോൺസെൻട്രേറ്റഡ് ലെവലിലുള്ള കെമിക്കൽസ് നമ്മുടെ ബോഡിക്കകത്ത് പോകുന്നത് അല്ലെ. ഇറ്റ് ഈസ് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ മൗത്ത് പിപ്പറ്റിംഗ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് ആണ് ഡേഞ്ചർ കെമിക്കൽസ്, അതായത് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ടല്ലോ, ആർ കെപ്റ്റ് ഇൻ സ്മോൾ എമൗണ്ട് ഫോർ റൂട്ടീൻ യൂസ്. അതാ പറഞ്ഞത്, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ മിനിമം എമൗണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് വെക്കുന്നത്, ഓക്കെ, നമ്മൾ യൂസേജിനനുസരിച്ചാണല്ലോ പുറത്ത് വെക്കുന്നത്, ആ വെക്കുന്ന എമൗണ്ടും വളരെ സ്മോൾ എമൗണ്ട് ആയിരിക്കണം. നെക്സ്റ്റ് യൂസ് ഹസാർഡ് സിമ്പിൾസ്. സിമ്പിൾസിന്റെ കേസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആണ് ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബയോളജിക്കൽ ഹസാർഡ്സ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഇൻഫെക്റ്റിയസ് ഏജൻസ്. ഓക്കെ, ഈ ഇൻഫെക്റ്റിയസ് ഏജൻസ് വഴിയാണ് ബയോളജിക്കൽ ഹസാർഡ്സ് കോസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B വൈറസ്, ഹെപ്പറ്റൈറ്റിസ് C വൈറസ്, മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ്, ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ്. ഓക്കെ, ഇവരൊക്കെ ഇതൊക്കെ ഏജൻസ് ആണ്. അപ്പൊ ഏത് അസുഖമാണ് ഇതിന് കാരണം കോസ് ചെയ്യണം എന്നുള്ളത് അറിയാലോ. HIV ആണെന്നുണ്ടെങ്കിൽ എയ്ഡ്സ് ആണ്, അറിയാലോ. ഹെപ്പറ്റൈറ്റിസ് B വൈറസും C വൈറസും ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗമാണ്. മൈക്കോബാക്ടീരിയൻ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TB, ട്യൂബർകുലോസിസ് തന്നെയാണ്. ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ഹെർബ്സ് തന്നെയാണ് കേട്ടോ, സിമ്പിൾ വൈറസ്. ഓക്കെ, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, നീഡിൽ പ്രിക്സ് ആൻഡ് കട്ട്സ്, ലബോറട്ടറി അനിമൽ ബൈറ്റ് ക്യാൻ ഓൾസോ കോസ് ബയോഹസാർഡ്. ബയോഹസാർഡ് കോസ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആണ് ഫുഡും വാട്ടറും വൃത്തിയില്ലാത്ത കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും ഉപയോഗിക്കുക. അതുപോലെ നീഡില് അല്ലെ, ഉപയോഗിച്ച നീഡിലിന്റെ പൊട്ട്, അതായത് ഒരു വട്ടം ഉപയോഗിച്ച നീഡിൽ പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ. ഓക്കെ, അതുപോലെ നീഡിൽ പ്രിക്സ് ആൻഡ് കട്ട്സ്, ലബോറട്ടറി അനിമൽ ബൈറ്റ്, ഇതെല്ലാമാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്. സോ ബയോളജിക്കൽ ഹസാർഡ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ആണ് ഇനി പറയുന്നത്. Consider all specimens in the laboratory as potentially dangerous.
ഓക്കെ, അതായത് ആ ലബോറട്ടറിനകത്തുള്ള എല്ലാ സ്പെസിമെൻസും നമ്മൾ ഡേഞ്ചറസ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, എല്ലാം ഡേഞ്ചറസ് ആണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. യൂസ് ഗ്ലൗസ്, മാസ്ക്, ആപ്രോൺ ആൻഡ് ഐ പ്രൊട്ടക്ടേഴ്സ് ഇൻ ദ ലബോറട്ടറി. ഗ്ലൗസ് ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക, ആപ്രോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഈ കിച്ചണിനകത്തൊക്കെ ഉപയോഗിക്കില്ലേ, അതുപോലത്തെ ഒരു സാധനം. പിന്നെ ഐ പ്രൊട്ടക്ടർ പറഞ്ഞാൽ ഗൂഗിൾസ് എല്ലാം ഉപയോഗിക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇതെല്ലാം നമുക്ക് ലബോറട്ടറിനകത്ത് ഉപയോഗിക്കാം. അതുപോലെ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, ഉപയോഗിച്ച് കഴിഞ്ഞ സാധനം പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ്, വാക്സിനേറ്റ് ലബോറട്ടറി സ്റ്റാഫ് അഗെയിൻസ്റ്റ് ഇൻഫെക്ടിയസ് ഡിസീസ് ലൈക്ക് HBV. ഹെപ്പറ്റൈറ്റിസിന്റെ കേസ് പറഞ്ഞില്ലേ നമ്മൾ, വൈറസ്. അപ്പം അങ്ങനെ നമ്മുടെ ലബോറട്ടറിയിലുള്ള സ്റ്റാഫിന് കറക്റ്റ് വാക്സിനേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൗത്ത് പിപ്പറ്റിംഗ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഒരിക്കലും ലബോറട്ടറിക്കകത്ത് ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, സ്മോക്ക് ചെയ്യരുത്, അതുപോലെ കോസ്മെറ്റിക്സ് ഒന്നും അപ്ലൈ ചെയ്യരുത്. അതെല്ലാം വേറെ രീതിയിൽ എഫക്ട് ചെയ്യും. നെക്സ്റ്റ്, പ്രോപ്പർ വാഷിംഗ് ഓഫ് ഹാൻഡ്സ് ആഫ്റ്റർ വർക്കിന് ശേഷം അത് ചെയ്യുന്ന കാര്യമല്ലേ. നമ്മൾ ലാബിൽ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കൈയെല്ലാം കഴുകി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തു പോകാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ കറക്റ്റ് നമ്മൾ ഉപയോഗിച്ച വർക്ക് ബെഞ്ചിൽ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് ഡിസിൻഫെക്ഷൻ വഴി ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബയോ ഹസാർഡ്സിന്റെ കേസ് വരുന്നത്, ബയോളജിക്കൽ ഹസാർഡ്സ്. നെക്സ്റ്റ് ആണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ ഇംപ്രോപ്പർ മെയിൻ്റനൻസ് കാരണമോ, ഓക്കെ, അല്ലെങ്കിൽ ഫോൾട്ടി ഓപ്പറേഷൻ, ഉപയോഗിക്കാൻ കറക്റ്റ് അറിയാതെ നമ്മൾ അതിലും ഇതിലും പിടിച്ചമർത്ത് അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺസ് വരാം, ടു സിവിയേഴ്സ് ഇഞ്ചുറീസ്. ചെറിയ രീതിയിലുള്ള പൊള്ളൽ മുതൽ വലിയ രീതിയിലുള്ള മുറിവുകൾ വരെ എന്ത് ചെയ്യാം, വരാനായിട്ട് പറ്റും. ദാറ്റ് ലെഡ് ടു ഡെത്ത്. ഇലക്ട്രിസിറ്റി അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമുക്കറിയാം അല്ലെ, മരണം വരെ കാരണമാവുന്ന ഒരു സാധനമാണ് ഇലക്ട്രിസിറ്റി. സോ കറക്റ്റ് പ്രിക്വേഷൻസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് പ്രിക്വേഷൻസ് നോക്കൂ. ഓൾ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഷുഡ് ബി പ്രോപ്പർലി ഗ്രൗണ്ടഡ്. ഓക്കെ, നെക്സ്റ്റ്, ഓവർലോഡ് സർക്യൂട്ട് ഷുഡ് ബി അവോയ്ഡഡ്. ഡു നോട്ട് യൂസ് എക്സ്റ്റൻഷൻ കോഡ്സ്. എക്സ്റ്റൻഷൻ കോഡ്സ് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഓവർലോഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് എപ്പോഴും അവോയ്ഡ് ചെയ്യുക. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഷുഡ് നോട്ട് ബി ഹാൻഡിൽ വിത്ത് വെയ്റ്റ് ഹാൻഡ്സ്. അല്ലെ, നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ നനഞ്ഞ കൈ കൊണ്ട് ഒരിക്കലും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യരുത്. ഓക്കെ, ഡു നോട്ട് ഡിസേബിൾ എനി ഇലക്ട്രിക്കൽ സേഫ്റ്റി ഫീച്ചേഴ്സ്. അതായത് ഇലക്ട്രിക്കൽ സേഫ്റ്റി ഫീച്ചേഴ്സ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡിസേബിൾ ചെയ്ത് വെക്കരുത് കേട്ടോ, പിന്നെ അത് ഉപയോഗമില്ലാതാവില്ലേ. നെക്സ്റ്റ്, റിപ്പയർ ഓർ സർവീസ് ഷുഡ് ബി ഡൺ ബൈ ഓതറൈസ്ഡ് പേഴ്സൺ ഓൺലി. അതായത് എല്ലാവരും കയറി റിപ്പയർ ഒന്നും ചെയ്യരുത്. റിപ്പയർ അല്ലെങ്കിൽ സർവീസസിന് അതിനെ കറക്റ്റ് അറിയുന്ന ആൾക്കാർ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡു നോട്ട് യൂസ് എക്യുപ്മെന്റ് ഫോർ എ ടാസ്ക് നോട്ട് ഡിസൈൻ ഫോർ ഇറ്റ്. അതായത് നമുക്കറിയാം ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനമായിരിക്കും, അതൊരിക്കലും വേറൊരു പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതാ അവർ പറയുന്നത്, ഏത് പർപ്പസിനാണോ ആ ഒരു എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ആ പർപ്പസിന് മാത്രം ആ എക്യുപ്മെന്റ് ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഡു നോട്ട് ലീവ് എക്യുപ്മെന്റ് സ്വിച്ച്ഡ് ഓൺ വെൻ നോട്ട് ഇൻ യൂസ്. യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എക്യുപ്മെന്റ് സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചേക്കരുത്. ഓക്കെ, ഇതെല്ലാമാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സിന്റെ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. ഫയർ ഇൻ ദ ലബോറട്ടറി മേ ഒക്കർ ഡ്യൂ ടു നേക്കഡ് ഫ്ലെയിംസ്, ഇലക്ട്രിക്കൽ ഓവർലോഡിംഗ്, ഫ്ലെയിമബിൾ റിയേജൻസ് ആൻഡ് സ്മോക്കിംഗ് ഇൻ ദ ലബോറട്ടറി. അപ്പൊ ലബോറട്ടറിയിൽ ഫയർ ഉണ്ടാവാനുള്ള ചാൻസസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, സോ അതിൽ ജനറൽ പ്രിക്കോഷൻസ് നമുക്ക് അവിടെയും വേണം. സോ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ഇൻ എ ലബോറട്ടറി ആർ, ലബോറട്ടറിക്കകത്ത് വരുന്ന ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ആണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഓപ്പൺ ഫ്ലെയിംസ് യൂസ് ഹോട്ട് പ്ലേറ്റ്സ്. ഓപ്പൺ ഫ്ലെയിംസിന് പകരം ഹോട്ട് പ്ലേറ്റുകൾ ഉപയോഗിക്കുക. അടുത്തത്, സ്റ്റോർ ഫ്ലെയിമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് കെമിക്കൽസ് പ്രോപ്പർലി. അതായത് ഒരു ഭാഗത്തൊക്കെ മാറ്റിയിട്ട് വേണം ഇത് വെക്കാനായിട്ട്, ഫ്ലെയിമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് കെമിക്കൽസ്. അതുപോലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ലബോറട്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓൾ ലാബ് പേഴ്സണൽ ഷുഡ് നോ ദ ലൊക്കേഷൻ ഓഫ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആൻഡ് ഹൗ ടു യൂസ് ഇറ്റ്. അതാണ് ആദ്യം അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ ലാബിനകത്ത് നമ്മുടെ ഫസ്റ്റ് ലാബിന്റെ ക്ലാസ്സുകൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ.
നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ലാബിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ സമയത്ത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ യൂസ് ചെയ്യുക, അത് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. ഇൻ കേസ് ഓഫ് ഫയർ, എസ്കേപ്പ് ത്രൂ ഫയർ എക്സിറ്റ് റൂട്ട്. ഫയർ എക്സിറ്റ് റൂട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? എക്സിറ്റ് ചെയ്യുക കേട്ടോ. സോ അതിനകത്ത് വരുന്ന ഒരു ഇതാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ. നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ അതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എന്താ ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് അറിയാമല്ലോ. അതായത് എമർജൻസി സിറ്റുവേഷൻസിൽ സ്മോൾ രീതിയിലുള്ള ഫയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്നത്. ഓക്കെ. അതിനകത്ത് ഒരു ഹാൻഡ് ഹെൽഡ് സിലിണ്ടറിക്കൽ പ്രഷർ വെസൽ ആണുള്ളത്, കണ്ടെയ്നിങ് ഏജൻസ് വിച്ച് ക്യാൻ ബി ഡിസ്ചാർജ് ടു എക്സ്റ്റിംഗ്വിഷ് എ ഫയർ. ഫയർ നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഏജൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഹാൻഡ് ഹെൽഡ് സിലിണ്ടറിക്കൽ പ്രഷർ ആണ് ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്ന ഡിവൈസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഫയറിനനുസരിച്ച്, അത് അതിനകത്ത് ABC എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഫോർ ABC ടൈപ്പ് ഫയേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. അപ്പൊ ലബോറട്ടറീസിൽ സാധാരണ ABC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ് ഉപയോഗിക്കുക കേട്ടോ. നമ്മള് ഫിലിംസിലെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പൊടി പോലത്തെ ഒരു സാധനമാണ് ഈ പറയുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഒരു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള ഡസ്റ്റ് പോലെ, അങ്ങനെ പൊടി പോലെയുള്ള ഒരു സാധനമാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. സോ ദാറ്റ് അവിടുത്തെ ഫയർ എന്ന് പറയുന്നത്, അതിന്റെ ഏജൻസ് കാരണം ആ ഒരു ഫയർ എന്ന് പറയുന്നത് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് ആണ് റേഡിയേഷൻ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് നമ്മൾ കുറച്ചെണ്ണം പറഞ്ഞല്ലോ, അയഡിന്റെ കേസ്, അതുപോലെ ട്രിഷിയം അല്ലെ, H3 അങ്ങനെയുള്ള റേഡിയോ ആക്റ്റീവ് കെമിക്കൽസിന്റെ ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് വഴി ഉണ്ടാവുന്നതാണ് റേഡിയേഷൻ ഹസാർഡ്സ് എന്ന് പറയുന്നത്. വേരിയസ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് RIA, അതായത് റേഡിയോ ഇമ്മ്യൂണോ അസേ, ഡിമാൻഡ് യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഇൻ എ ലബോറട്ടറി. ഓക്കെ. അതായത് നമുക്കറിയാം ഈ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, റേഡിയോ ഇമ്മ്യൂണോ അസേ പോലെയുള്ള പ്രൊസീജിയേഴ്സിൽ നമുക്ക് എന്ത് ആവശ്യം വരുന്നുണ്ട്? റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ. എക്സ്റേ യൂണിറ്റ് ആൻഡ് അതർ ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ആർ ഓൾസോ കോസ് ഓഫ് റേഡിയേഷൻ ഹസാർഡ്സ്. ഓക്കെ. ഇതിപ്പോ അതായത് ഹൈടെക് ആയിട്ടുള്ള ലാബുകളിൽ എക്സ്റേ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്, അതുപോലെ ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് എല്ലാം നടത്തുന്ന ലാബുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്തെല്ലാം റേഡിയേഷൻ ഹസാർഡ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ അതിന്റെ പ്രിക്വേഷൻസ് ആണ് ഇനി പറയുന്നത്. ഒന്നാമതാണ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ലെഡ് ഷീൽഡഡ് കണ്ടെയ്നർ പ്രോപ്പർലി ലേബിൾഡ് വിത്ത് ഐഡന്റിറ്റി. അതായത് ലെഡ് ഷീൽഡ് ചെയ്ത ഒരു കണ്ടെയ്നറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടില്ലേ, ന്യൂക്ലിയർ റിയാക്ടറിന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ കേസിൽ. സോ അതിനകത്ത് നമ്മൾ അതിന്റെ ഏറ്റവും മേലെയുള്ള പാർട്ട് ഉണ്ടല്ലോ, ആ മേലെയുള്ള പാർട്ട് നമ്മൾ ഏത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? ലെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓർമ്മയുണ്ട് വിചാരിക്കുന്നു. അതായത് കൺട്രോൾ റോഡ്സ്, മോഡറേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിനകത്ത് ഏറ്റവും മേലെയുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ലെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഈ ലെഡ് എന്ന് പറയുന്നത് ഈ റേഡിയോ ആക്റ്റീവ് റേസിനെ പുറത്ത് കിടക്കാതെ ഇരിക്കാനായിട്ട് അതിന് ആ കപ്പാസിറ്റി ഉണ്ട് ലെഡിന്, അതിന് വേണ്ടിയിട്ട് കേട്ടോ. സോ നെക്സ്റ്റ്, ഓൺലി ട്രെയിൻഡ് സ്റ്റാഫ് ഇസ് പെർമിറ്റഡ് ടു ഹാൻഡിൽ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യൂസ് ഹസാർഡ് സിംബൽസ്, അത് നമ്മൾ പറഞ്ഞതാണ്. ദ സ്റ്റാഫ് ഷുഡ് വിയർ സേഫ്റ്റി സ്പെക്ടക്കിൾസ്, ഡിസ്പോസിബിൾ ഗ്ലൗസ് ആൻഡ് പേഴ്സണൽ ഡോസിമീറ്റേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്റ്റാഫ് നിർബന്ധമായിട്ടും വിയർ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ആക്യുറേറ്റ് റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻ ഫോർ യൂസ് ആൻഡ് ഡിസ്പോസിബിൾ ഓഫ് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ്. ഓക്കെ. അതായത് കറക്റ്റ്, നമ്മൾ അപ്പോഴേ സ്റ്റോക്ക് രജിസ്റ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ കറക്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്തിനാ ഇതിങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇൻ കേസ് സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ ഇൻ കേസ് ഈ പറയുന്ന എന്തെങ്കിലും ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എമിഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കത് എത്ര എമൗണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ എങ്കിലും നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രിവെൻഷൻ മെത്തേഡ് ആലോചിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതിന്റെ യൂസ് നമ്മൾ എത്രത്തോളം അവിടെ യൂസ് ചെയ്തു, അതുപോലെ കളയുകയാണെങ്കിൽ, ഡിസ്പോസൽ ചെയ്യുകയാണെങ്കിലും അത് എത്ര എമൗണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലബോറട്ടറി സേഫ്റ്റി പ്രിക്കോഷൻസ്, അതായത് പേഴ്സണൽ ഹൈജീൻ. ഈ പേഴ്സണൽ ഹൈജീനിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ് കേട്ടോ.
ഒന്നാമത് വിയർ ഗ്ലൗസ് ആൻഡ് ആപ്രോൺ. ഗ്ലൗസ് ധരിക്കുക, അതുപോലെ ആപ്രോൺ എല്ലാം ധരിക്കുക അല്ലെ. നമ്മൾ പൊതുവെ ഗ്ലൗസുകൾ ധരിക്കാൻ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് കറക്റ്റ് പിടിക്കാൻ കിട്ടില്ല എന്നുള്ളതൊക്കെ. അത് നമ്മൾ കറക്റ്റ് പ്രാക്ടീസ് ചെയ്ത് ഗ്ലൗസ് ധരിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് യൂസ് ഐ പ്രൊട്ടക്ടർ ഇഫ് നെസസറി. ഗോഗിൾസ് ഉപയോഗിക്കാം കേട്ടോ. നെക്സ്റ്റ് കഴിക്കരുത്. ഡു നോട്ട് ഈറ്റ്, ഡ്രിങ്ക്, അപ്ലൈ കോസ്മെറ്റിക്സ് ഇൻസൈഡ് ദ ലബോറട്ടറി. അത് പറയാറുണ്ടല്ലോ. അതിനകത്ത് വെച്ച് നമ്മളൊന്നും ഇതിനൊന്നും അലോ ചെയ്യില്ല. നെക്സ്റ്റ് വിയർ ഷൂ അല്ലെങ്കിൽ ചപ്പൽ ഇൻസൈഡ് ദ ലബോറട്ടറി. എപ്പോഴും ഷൂ അല്ലെങ്കിൽ നമ്മൾ ചപ്പൽസ് ധരിച്ചിരിക്കണം. അവോയ്ഡ് മൗത്ത് പിപ്പറ്റിംഗ്. അതുപോലെ വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി ബിഫോർ ആൻഡ് ആഫ്റ്റർ പെർഫോമിംഗ് ലബോറട്ടറി എക്സ്പെരിമെന്റ്. ഓക്കെ. നെക്സ്റ്റ് ഡിസിൻഫെക്ട് ദ വർക്ക് ബെഞ്ച് ബിഫോർ ലീവിംഗ് ദ ലബോറട്ടറി. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഗേൾസ് മസ്റ്റ് പുട്ട് അപ്പ് ഹെയർ ഇൻസൈഡ് ദ ലബോറട്ടറി. ഓക്കെ. അപ്പൊ ഗേൾസ് എല്ലാവരും മുടി ഒരുപാട് ഇങ്ങനെ വിരിച്ചിടുന്നതിന് പകരം കെട്ടിവെക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഗേൾസ് മാത്രമല്ല, ബോയ്സിന് മുടി ഉണ്ടെങ്കിൽ കെട്ടിവെക്കാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ക്യാരി മിനിമം പേഴ്സണൽ ആർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ലബോറട്ടറി. ഓക്കെ. ലബോറട്ടറിക്കകത്ത് നമുക്കറിയാലോ, ബാഗുകളൊന്നും ടീച്ചേഴ്സ് കൊണ്ടുവെക്കാനായിട്ട് സമ്മതിക്കില്ല അല്ലെ. വേണ്ട കാര്യങ്ങൾ മാത്രം അകത്തേക്ക് കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ്. സോ മിനിമം പേഴ്സണൽ ആർട്ടിക്കിൾസ് മാത്രം ലബോറട്ടറിക്കകത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. സോ ഈ ലബോറട്ടറിക്കകത്തുള്ള ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസും കൂടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. സോ നോക്കൂ, എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് അറിയാമല്ലോ. ഇമ്മീഡിയറ്റ്ലി, അതായത് ഒരു ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സണ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നോ അതിന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് എക്സസീവ് ബ്ലീഡിങ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ എന്തായാലും നമുക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് മുന്നേ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ എ ക്വിക്ക് ആൻഡ് കോൺഫിഡന്റ് അപ്രോച്ച് ഓഫ് ഫസ്റ്റ് എയ്ഡർ ക്യാൻ സേവ് ലൈഫ് ഫ്രം മെനി എമർജൻസി കണ്ടീഷൻസ്. നമുക്കറിയാതെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് അറിയാലോ. അതായത് ഈ ഫസ്റ്റ് എയ്ഡ് കാരണം ജീവൻ രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. സോ കോമൺ ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് ആർ ഗിവൺ ബിലോ. ഇഞ്ചുറീസ് കോസ്ഡ് ബൈ ബ്രോക്കൺ ഗ്ലാസ്. ഒന്നാമതാണ് ബ്രോക്കൺ ഗ്ലാസ്. പൊട്ടിയ ഗ്ലാസ് വെയേഴ്സ് ഉണ്ടല്ലോ, അതുവഴി ഉണ്ടായ ഇഞ്ചുറീസിന്റെ കേസാണ് പറയുന്നത്. സോ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വാഷ് ചെയ്യുക. ആ വൂണ്ടിനെ വാഷ് ചെയ്യുക. എന്നിട്ട് അവിടെ ഗ്ലാസ് പീസസ് വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ റിമൂവ് ചെയ്യുക. ദെൻ അപ്ലൈ ചെയ്യേണ്ടത് മെർക്കുറോക്രോം ഓർ ആക്രിഫ്ലേവിൻ ഓയിൻമെന്റ്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് നമ്മുടെ ലാബിൽ അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് ഈ പറയുന്ന ഓയിൻമെന്റും അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാവും. സോ ഈ പറയുന്ന മെർക്കുറോക്രോം അല്ലെങ്കിൽ ആക്രിഫ്ലേവിൻ ഓയിൻമെന്റ് ഉണ്ടാവും. അത് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അതുപോലെ കവർ വിത്ത് ഗോസ് ആൻഡ് അഡിസീവ് ടേപ്പ്. കറക്റ്റ് ടേപ്പ് വെച്ച് അതൊന്ന് കവർ ചെയ്യുക. ഇതാണ് ബ്രോക്കൺ ഗ്ലാസ് വഴി ഉണ്ടായുള്ള ഇഞ്ചുറിക്കുള്ള ഫസ്റ്റ് എയ്ഡ്. നെക്സ്റ്റ്, സ്കിന്നിനകത്ത് ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ്. ഒന്നാമത് വാഷ് ചെയ്യുക. എന്ത് ചെയ്യുക? ഈ ആദ്യം തന്നെ നമ്മളെ കൈ ടാപ്പിനകത്ത് കൊണ്ട് വെക്കുക. അതായത് വാഷ് ചെയ്യുക കറക്റ്റ് ആയിട്ട്, ഒരുപാട് വാഷ് ചെയ്യുക. ബാത്ത് ദ എഫക്റ്റഡ് സ്കിൻ വിത്ത് കോട്ടൺ വൂൾ സോക്ക്ഡ് ഇൻ 5% എക്വസ് സോഡിയം കാർബണേറ്റ് ഇഫ് ആസിഡ്. അതായത് ആസിഡ് ആണ് കയ്യിൽ വീണതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ന്യൂട്രലൈസ് ചെയ്യുക അല്ലെ. അതായത് ആസിഡും ആൽക്കലിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വാട്ടർ എന്നുള്ളതല്ലേ നമുക്കറിയാം, ന്യൂട്രൽ എന്നുള്ളതല്ലേ. അതുകൊണ്ട് ആസിഡ് ആണ് വീണത് എന്നുണ്ടെങ്കിൽ 5% ആയിട്ടുള്ള അക്വസ് സോഡിയം കാർബണേറ്റ് ഓക്കെ എടുക്കുക. അതിനകത്ത് നമ്മൾ കോട്ടൺ വൂൾ സോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇൻ കേസ് എന്താ ആൽക്കലിയാണ് വീണതെന്നുണ്ടെങ്കിൽ 5% അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ അൺഡൈല്യൂട്ടഡ് വിനീഗർ. ഓക്കെ. രണ്ടും ഒന്നല്ലേ. അൺഡൈല്യൂട്ടഡ് വിനീഗർ അല്ലെങ്കിൽ 5% അസറ്റിക് ആസിഡ് എടുക്കുക. അപ്പൊ അത് എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ദാറ്റ് അവിടെ ന്യൂട്രൽ ആയിട്ട് മാറും. നെക്സ്റ്റ്, കണ്ണിലെ ആസിഡോ ആൽക്കലിയോ വീണ് കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത്. നോക്കൂ എന്താണ്? ആദ്യം ചെയ്യേണ്ട കാര്യം വെള്ളമാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? വാട്ടർ സ്പ്രേ ഫ്രം വാഷ് ബോട്ടിൽ ഓർ റബ് ബൾബ് ഇൻ ടു മെഡിക്കൽ കോർണർ ഓഫ് ദ ഐ, മീഡിയൽ കോർണർ ഓഫ് ദ ഐ. അതായത് നല്ല രീതിയിലേക്ക് നമ്മൾ ഈ കണ്ണിലേക്ക് വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുക്കുക, എറിഞ്ഞു കൊടുക്കുക എന്ന് പറയില്ലേ, നല്ല രീതിയിൽ എറിഞ്ഞു കൊടുക്കുക. ഓക്കെ. അതിനുശേഷം 4 drops of 2% aqueous sodium carbonate ആക്കുക. ജസ്റ്റ് 4 ഡ്രോപ്സ് മാത്രം. ഒന്ന് ആസിഡ് ആണ് വീണെന്നുണ്ടെങ്കിൽ 4 ഡ്രോപ്സ് ചെയ്യുക. ആൻഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ബോറിക് ആസിഡ്. ആൽക്കലി ആണെങ്കിൽ ബോറിക് ആസിഡിന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. കൂടുതലും ഇത് ചെയ്യാതിരിക്കുക. അത് നമുക്ക് അറിയില്ലല്ലോ എത്രത്തോളം വീണെന്നുള്ളത്. മാക്സിമം ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, വാട്ടറാണ്. വാട്ടർ കൊണ്ട് നല്ലോണം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് പിന്നെ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നെക്സ്റ്റ്, സ്വോളോയിങ് ആസിഡ്. നമ്മൾ ഈ വിപ്പറ്റ് എല്ലാം ചെയ്യുന്ന സമയത്ത് ആസിഡ് സ്വോളോ ചെയ്താലുള്ള കാര്യമാണ് പറയുന്നത്.
എന്ത് ചെയ്യുക, 5% സോപ്പ് സൊല്യൂഷൻ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുക, പേഷ്യന്റിനെ കൊണ്ട് ഡ്രിങ്ക് ചെയ്യിപ്പിക്കുക. മേക്ക് ഹിം ഗാഗിൾ ചെയ്യാൻ പറ്റുക, ഈ സോപ്പ് സൊല്യൂഷൻ തന്നെ ഗാഗിൾ ചെയ്യാൻ പറയുക. അതുപോലെ ഓർഡിനറി വാട്ടർ 3 അല്ലെങ്കിൽ 4 ഗ്ലാസസ് കുടിക്കാൻ പറയുക. ഓക്കെ. അതുപോലെ ആസിഡ് വഴി നമ്മുടെ ലിപ്പോ അല്ലെങ്കിൽ ടങ്ക് എല്ലാം ബേൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വാട്ടർ വെച്ച് തറോലി ഒന്ന് റിൻസ് ചെയ്യുക. അതിനുശേഷം സോഡിയം ബൈകാർബണേറ്റ് 2% അക്വസ വെച്ച് ബാത്ത് ചെയ്യുക. കേട്ടോ. നെക്സ്റ്റ് ആൽക്കലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. എന്ത് ചെയ്യണം, 5% അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് വിനീഗർ. ഓക്കെ. ഇവരെ എന്ത് ചെയ്യണം, പേഷ്യന്റിനെ കൊണ്ട് കഴിപ്പിക്കുക. നെക്സ്റ്റ് ഗാഗിൾ ചെയ്യുക. ഈ സെയിം ആസിഡ് സൊല്യൂഷൻ വെച്ച് ഗാഗിൾ ചെയ്യുക. 3-4 ഗ്ലാസ് ഓർഡിനറി വാട്ടർ കുടിപ്പിക്കുക. അതുപോലെ ലിപ്സും ടങ്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ആൽക്കലി വെച്ച് റിൻസ് ചെയ്യുക. കേട്ടോ. അതായത് നേരെ തിരിഞ്ഞ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആസിഡ് ആണെങ്കിൽ ആൽക്കലി എടുക്കുക, ആൽക്കലി ആണെങ്കിൽ ആസിഡ് എടുക്കുക. കേട്ടോ. നെക്സ്റ്റ് ആണ് പോയ്സണിങ് ആണ്. പോയ്സണിങ്ങിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോയ്സണിങ്ങിന്റെ കേസിൽ അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് നേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അതായിരിക്കും ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. സ്പെസിഫൈയിങ് ദ ടോക്സിക് സബ്സ്റ്റൻസ് ഇൻവോൾവ്, എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഏത് ടോക്സിക് ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് ചെയ്തത്, ഫോളോ ചെയ്തത് എന്നുള്ളത് പറയുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണ്ടുപിടിക്കാനുള്ള നേരം പോവരുത്. നമുക്കറിയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അതുപോലെ തന്നെ ഓപ്പൺ എയറിൽ ആ വിക്ടിമിനെ നിർത്തുക. ഒരിക്കലും അങ്ങനെ ക്ലോസ്ഡ് എയർ കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലോസ്ഡ് പോർഷനിലൊന്നും നിർത്തിയേക്കരുത്. കേട്ടോ. നെക്സ്റ്റ് മൈനർ ബേൺസ് ആണ്. ഓക്കെ. ആദ്യം ചെയ്യേണ്ടത് കോൾഡ് വാട്ടർ വെച്ചിട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ ഐസ് വാട്ടർ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആ പെയിൻ ഉള്ളടത്ത് കാണിക്കുക. അതുപോലെ നമ്മൾ അപ്പോഴേ പറഞ്ഞ 2 ഓയിൻമെന്റ് ഉണ്ടല്ലോ, അല്ലെ, ഏതെങ്കിലും ഒരു ഓയിൻമെന്റ് ബേൺഡ് ഏരിയയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ ഡ്രസ്സിങ് കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി ഈ പറയുന്ന ബേൺ എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആയി അതുപോലെ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത്. കേട്ടോ. അതുപോലെ ബേൺഡ് ഏരിയയിലുള്ള ബ്ലിസ്റ്റർ, അതായത് സ്കിന്നുണ്ടല്ലോ, അത് ഒരിക്കലും നമ്മൾ ടീർ ഓഫ് ചെയ്ത് എടുക്കരുത്. കേട്ടോ. നെക്സ്റ്റ് ആണ് സിവിയർ ബേൺസ്. അതായത് ഫയറിലെല്ലാം ഉണ്ടാവുന്ന ബേൺസ് ആണ് സിവിയർ ബേൺസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്കറ്റ് അല്ലെ, ഒരു ബ്ലാങ്കറ്റിൽ പെട്ടെന്ന് ആള് റോൾ ചെയ്തെടുക്കുക. ഓക്കെ. അതായത് ആ ബേൺസ് മാറാനായിട്ട് നെക്സ്റ്റ് ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക. ഗ്രൗണ്ടിൽ ആ വിക്ടിമിനെ നമ്മൾ എന്ത് ചെയ്യുക, കിടത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ആ ക്ലോത്തിങ് റിമൂവ് ചെയ്യരുത്. കേട്ടോ. ഇനി കോൾഡ് ആണെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യുക. ഒരിക്കലും നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കരുത്. ഇങ്ങനെ സിവിയർ ബേൺ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടറെ അടുത്ത് കാണിക്കുന്നതായിരിക്കും കറക്റ്റ്. കേട്ടോ. നെക്സ്റ്റ് ആണ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. വിക്ടിം എന്ന് പറയുന്നത്, ഇഫ് ദ വിക്ടിം ഇസ് ബ്രീത്തിങ് ദെൻ ലേ ഹിം ഫേസ് ഡൗൺ വിത്ത് ദ ഹെഡ് ഓൺ വൺ സൈഡ് ആൻഡ് ആം ആൻഡ് ദ ലെഗ് ഓഫ് ദാറ്റ് സൈഡ് ഇൻ ദ ബെൻ പൊസിഷൻ. ഓക്കെ. അതായത് വിക്ടിം എന്ന് പറയുന്നത് ബ്രീത്ത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ് എന്ന് പറയുന്നത് ഡൗൺ പൊസിഷനിൽ ലേ ചെയ്ത് കൊടുക്കുക. വിത്ത് ഹിസ് ഹെഡ് ഓൺ വൺ സൈഡ്, ഹെഡ് ഒരു സൈഡില്, അതുപോലെ ആം ആൻഡ് ദ ലെഗ് എന്ന് പറയുന്നത് ആ സൈഡിൽ തന്നെ ആക്കി ബെൻ പൊസിഷനിൽ ഇരിക്കാനാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഒരു പോസ്ചർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പെട്ടെന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് എല്ലാ പാർട്ടിലേക്കും എത്തുന്നതാണ് പറയുന്നത്. ഓക്കെ. ഇനിയിപ്പോ വിക്ടിം ബ്രീത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസി പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് നമുക്ക് കോസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് കൊടുക്കേണ്ടതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ആണ് ഈ പറയുന്നത്. ഒന്നാമത് ലേ വിക്ടിം ഓൺ ബാക്ക്. നെക്സ്റ്റ് ക്ലിയർ എനി ഒബ്സ്ട്രക്ഷൻസ് ഓഫ് ദ മൗത്ത്, മൗത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസ് എല്ലാം കളയുക. പ്ലേസ് എൻ ഒബ്ജക്ട് അണ്ടർ ദ ഷോൾഡർ സോ ദ ഹെഡ് ഈസ് ടിൽറ്റഡ് ബാക്ക്. അതായത് ഷോൾഡറിന്റെ അവിടെ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് വെക്കുക. ഓക്കെ. ഇപ്പൊ ഹെഡ് ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെരിഞ്ഞ് നിൽക്കണ പോലെ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിഞ്ച് ദ നോസ്ട്രിൽസ് ആൻഡ് അപ്ലൈ മൗത്ത് ടു മൗത്ത് 10 times a minute until breathing starts. ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ 10 തവണ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. മൂക്ക് അടച്ചു പിടിക്കാൻ പറയുന്നത്, പിഞ്ച് ദ നോസ്ട്രിൽസ് എന്നാ പറയുന്നത്. മൂക്ക് അടച്ചു പിടിക്കാനും പറയുന്നുണ്ട്. ഇതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫസ്റ്റ് എയ്ഡ് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്.
ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ലബോറട്ടറി എന്ന് പറയുന്ന നെക്സ്റ്റ് സെഷൻ ആണ് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളിനകത്ത് MLT പോർഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ വളരെ എളുപ്പവുമാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ആ സേഫ്റ്റി സിമ്പിൾസിന്റെ കേസ് എല്ലാം പറഞ്ഞതും കാര്യങ്ങളെല്ലാം കുറച്ച് ശ്രദ്ധിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്ന രീതിയാണ് അതിനകത്തുള്ളത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ സിമ്പിൾസിന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള കളറും അവരുടെ പിക്ചേഴ്സിന്റെ കളറും എല്ലാം. അതെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുന്ന നേരത്ത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു പോർഷൻ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.